നമ്മുടെ ഉപവാസത്തിന്റെ പ്രാർത്ഥനയുടെ അവസാന സെഷനിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൂട്ടിവരുത്തിയത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ഉപവാസത്തിന്റെ തീം എന്നുള്ള നിലയിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയത് എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. കഴിഞ്ഞ സൺഡേയിൽ നമ്മൾ ചിന്തിച്ചത് അതുമായി ബന്ധപ്പെട്ടതല്ല, ഏതാണ്ട് അത് തന്നെയായിരുന്നു. അത് എഫെസ്യ ലേഖനം 5-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യമായിരുന്നു. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിങ്ങളുടെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. അതായിരുന്നു കഴിഞ്ഞ സൺഡേയിൽ നമ്മൾ ചിന്തിച്ചത്. ഈ ഞായറാഴ്ചയും ഇന്നും നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അതിന്റെ തുടർമാന ചിന്തകളായിരിക്കും. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഒന്ന് ചേർന്ന് പറഞ്ഞേ, കർത്താവിനെ വിളിച്ചത് പ്രകാശിക്കാൻ വേണ്ടിയാണ്. സ്തോത്രം. കർത്താവിനെ വിളിച്ചത് പ്രകാശിക്കാൻ വേണ്ടിയാണ്. യെശയ്യാ പ്രവചനം 60-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത് വാക്യം ഒന്ന് വായിച്ച്. യെശയ്യാ പ്രവചനം 60-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത് വാക്യം. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും. അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട്, കർത്താവേ എന്നോട് സംസാരിക്കണമേ. പറ്റുമെങ്കിൽ ആ വചനത്തിൽ ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ചു. കർത്താവേ, മനുഷ്യന്റെ പ്രസംഗം വേണ്ട, മനുഷ്യന്റെ ചിന്തകളോ അങ്ങനത്തെ തോട്ട്സുകളോ ഒന്നും വേണ്ട. പരിശുദ്ധാത്മാവ് എന്നോട് അങ്ങ് തന്നെ സംസാരിക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ഇന്ന് കേട്ട് സന്തോഷത്തോടെ മടങ്ങാൻ കർത്താവ് സഹായിക്കണമേ. ആഴത്തിൽ എന്നോട് ഒന്ന് ഇടപെടണമേ കർത്താവേ. കർത്താവേ, അവിടുത്തെ കരത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവനെ അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഇത് നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആത്മീയാഹാരം അവിടുത്തെ ആത്മാവിനാൽ വിഭജിച്ച് നൽകണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. യെശയ്യാ പ്രവചനം 60-ാമത്തെ അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് ആ വാക്യം ഒന്ന് വായിക്കാം. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാര ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും. ഞാനൊരു ചോദ്യം ചോദിച്ച് ഈ ദൂതിലേക്ക് വരാം. നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ വിശുദ്ധ വേദപുസ്തകം 66 പുസ്തകങ്ങൾ അടങ്ങിയ മനോഹരമായ ഒരു കൃതിയാണ്. എന്റെ ചോദ്യം ഇതാണ്, ഇതിൽ ഏതെങ്കിലും ഒരു വാക്യം നമ്മളോട് നേരിട്ട് കർത്താവ് പറഞ്ഞ വാക്യമാണോ? ആണോ? ഇതിനകത്തൊരു സിംഗിൾ വേർഡ് പോലും കർത്താവ് എന്നോടോ നിങ്ങളോട് നേരിട്ട് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബൈബിളുമായിട്ടുള്ള ബന്ധം എന്താ? ഇതെല്ലാവരോടുമാണെന്ന് പറയും, അതെ അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മളോടുള്ള നേരിട്ടുള്ള ദൈവത്തിന്റെ ശബ്ദമല്ല ഇത്. എത്രയോ വർഷം മുമ്പ് ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ തന്റെ മക്കൾക്ക് വേണ്ടി കർത്താവ് പുറപ്പെടുവിച്ച വചനമാണ് ഈ വിശുദ്ധ വേദപുസ്തകത്തിലെ ഓരോ വാക്യങ്ങളും. എന്നാൽ മനസ്സിലാക്കണം, ഈ വിശുദ്ധ വേദപുസ്തകവും ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയാമോ? അതായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ചിന്തിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച ചിന്തിച്ച വാക്യം ഏതായിരുന്നു? എഫെസ്യ ലേഖനം 5-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തു നിങ്ങളുടെ മേൽ പ്രകാശിക്കും. അത് യഥാർത്ഥത്തിൽ എഫേസ്യ സഭയോട് ആദ്യം പറഞ്ഞ വാക്യമല്ല. അത് പൗലോസ് ആ ലേഖനം എഴുതുന്നതിന് 750 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ ഇസ്രായേലിനോട് പ്രവചിച്ച ഒരു പ്രവചനത്തിന്റെ ഭാഗമാണ്. അതായത് 60-ാമത്തെ അധ്യായം, നമ്മളിപ്പോൾ വായിച്ച 60-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിലെ പ്രവചന ശബ്ദം കോട്ട് ചെയ്ത് എഫേസ്യ സഭയോട് ദൂത് പറഞ്ഞതാണ്. ദൈവമക്കളെ, ഇത് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകവും നമ്മളും തമ്മിലുള്ള ബന്ധം. അതായത് ദൈവജനം 750 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസത്തിലിരിക്കുമ്പോൾ ജീവിതത്തിലെ സകല പ്രതീക്ഷകളും അസ്തമിച്ചു. ആലയം ഇടിഞ്ഞുപോയി, മതിലുകൾ പൊളിഞ്ഞുപോയി, സ്വന്തം ദേശം നഷ്ടപ്പെട്ടു. ഈ യെശയ്യാ പ്രവചനം വായിക്കുന്ന സമയത്ത് അവർ യെരൂശലേമിലല്ല,
അവരിപ്പോൾ ഇരിക്കുന്നത് ബാബേലിലാണ്, ബാബിലോണിന്റെ പ്രവാസത്തിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തളർന്നിരിക്കുന്ന തന്റെ ജനത്തെ ഒന്ന് ജീവിപ്പിക്കുവാൻ വേണ്ടി ദൈവം ഒരു പ്രവാചകനെ അവരുടെ അടുക്കിലേക്ക് അയച്ചു. ആ പ്രവാസത്തിലും അതിനു മുമ്പും യെശയ്യാ പ്രവചിച്ചിട്ടുണ്ട്. യെശയ്യാ പ്രവചിക്കുന്നത് കേട്ടോ, ഭാരത്തോടിരിക്കണ്ട, പ്രയാസപ്പെട്ടിരിക്കണ്ട, നിന്റെ പ്രകാശം മങ്ങിപ്പോയി എന്ന് നീ വിചാരിക്കണ്ട, പ്രവാസത്തിലാണെന്ന് വിചാരിക്കണ്ട, ദൈവം നിന്നെ മടക്കി വരുത്താൻ പോവുകയാണ്. അത് പ്രവചിച്ചു വരുമ്പോൾ യെശയ്യാ പ്രവചിക്കുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അന്ന് ഇസ്രായേലിനോട് പറഞ്ഞ ദൈവത്തിന്റെ ആലോചന ഒരു പ്രത്യേക സാഹചര്യത്തിൽ പൗലോസിന് മനസ്സിലായി. ആ വാക്യം ഇന്ന് എഫേസ്യ സഭയോടുള്ള ദൈവത്തിന്റെ ആലോചനയാണ്. അങ്ങനെയാണെങ്കിൽ അത് വചനത്തിനും വചനം വായിക്കുന്ന സമയത്ത് അത് വർഷങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട വാക്യമാണെങ്കിലും ഇന്ന് എന്റെ ആവശ്യത്തിലേക്ക് പരിശുദ്ധാത്മാവത് പുറപ്പെടുവിക്കുന്നെങ്കിൽ അത് ഏറ്റെടുത്തുകൊള്ളുക, അത് വലിയ ദൈവപ്രവൃത്തി വ്യാപരിക്കും. നിങ്ങൾക്കറിയാം, ചെറിയൊരു ഉദാഹരണം പറയാം. പുറപ്പാട് പുസ്തകത്തിനകത്ത് ഒരു വാക്യമുണ്ട്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ഞാൻ നിന്നെ, അത് എഴുതിയത് ഇന്നേക്ക് എത്ര വർഷം മുമ്പാണെന്നറിയാമോ? ഏതാണ്ട് 3500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട വാക്യമാണത്. എന്നാൽ ഈ ആരാധനയിൽ ഇന്ന് ഈ ചെയറിലിരുന്ന് എന്നോടുള്ള ദൈവത്തിന്റെ ആലോചനയാണ് അത് എന്ന് ഇവിടെ ഇരിക്കുന്ന ഒരു ദൈവ പൈതലെ പഠിക്കുന്നെങ്കിൽ അന്ന് 3500 വർഷങ്ങൾക്ക് മുമ്പ് ദൈവ ഇസ്രായേലിനോട് പറഞ്ഞ ദൈവത്തിന്റെ ആലോചന ഇന്ന് പകലിൽ നമുക്കുള്ള ദൈവത്തിന്റെ ആലോചനയായി വെളിപ്പെട്ടു വരും. അതോടൊപ്പം എത്രയോ വാക്യങ്ങൾ നമ്മുടെ തലമുറകൾക്ക് നേരെ പിശാച് വെല്ലുവിളിക്കുമ്പോൾ ഏതാണ്ട് 2500 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് പറഞ്ഞിരിക്കുന്ന ദൂതുണ്ട്, നീതിമാന്റെ സന്തതി ദേശത്ത് അനുഗ്രഹിക്കപ്പെടും എന്ന് നമ്മൾ വിശ്വസിക്കണം. അന്ന് തന്റെ ജനത്തോട് പറഞ്ഞ ദൈവത്തിന്റെ ആലോചന 2026 ആ വാക്യം എന്റെ തലമുറയോട് ദൈവത്തിന്റെ ആലോചനയാണെന്ന് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ അത് നമുക്കുള്ള ദൈവത്തിന്റെ വിടുതലാണ്. യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് ബൈബിൾ നമ്മളുമായിട്ടുള്ള ബന്ധം. ഇവിടെ ഇതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇപ്പോൾ ഇസ്രായേൽ ഇരിക്കുന്നത് യെരൂശലേമിലല്ല എന്ന് ഞാൻ പറഞ്ഞു, അവർ സ്വന്തം നാട്ടിലല്ല എന്ന് നമുക്ക് മനസ്സിലായി. നെബൂഖദ്നേസർ ഏതാണ്ട് 2-3 തവണ ഇസ്രായേലിലേക്ക് വന്ന് ആലയം ഇടിച്ചു കളഞ്ഞ് മതിലുകൾ ചുട്ടെരിച്ചു കളഞ്ഞ് ഇസ്രായേൽ ജനത്തെ പ്രവാസികളായി ബാബിലോണിലേക്ക് പിടിച്ചു കൊണ്ടുപോയി. ഇപ്പോൾ അവർക്ക് സ്വന്തം ആലയമില്ല, ഇപ്പോൾ അവർക്ക് സ്വന്തം നാടോ വീടോ ഇല്ല, അവർ അന്യദേശത്താണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, തന്റെ ജനം ഏത് സാഹചര്യത്തിൽ ഇരുന്നാലും അവർ ദൈവത്തിന്റെ ജനം തന്നെയാണ്. സ്തോത്രം. ദൈവത്തിന്റെ ജനമേ, അത് ഇപ്പോൾ ഇവിടെ അറിയാമോ? ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇരിക്കുന്നത് മിസ്രൈമിലാണ്, ഫറവോന്റെ അടിമത്തത്തിലാണ്. ഇപ്പോൾ എന്താ ദൈവത്തിന്റെ ജനത്തിന്റെ ജോലി? നാട്ടുകാരെ കളിയാക്കുക, നീ സ്വതന്ത്രന്മാരെ നടന്നതല്ലേ, ഇപ്പോഴെന്താ നിന്റെ ജോലി? ഓ, ഇപ്പോൾ ഞങ്ങളുടെ ജോലി എന്ന 2 സംഭാവന നഗരങ്ങൾ പണിയുവാൻ ഫറവോന് വേണ്ടി ഇഷ്ടികയുള്ളതാ ഞങ്ങളുടെ ജോലി. ഓ, ഭയങ്കര കഷ്ടപ്പാടാണ്. കങ്കാണിമാർ ഇസ്രായേലിന്റെ ആ പുറം അടിച്ചു പൊളിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ ദൈവങ്ങൾ ഒരിക്കൽ കൂടെ പറയാം, ദൈവത്തിന്റെ ജനം എവിടെ പോയാലും, ദൈവത്തിന്റെ ജനം ഏത് സാഹചര്യത്തിലാണെങ്കിലും ഓർക്കണം, നമുക്കൊരു ഉടയവനുണ്ട്, നമുക്കൊരു ഉടമസ്ഥനുണ്ട്. ദൈവം മുൾപടർപ്പിനകത്ത് മോശയിലൂടെ ദൈവം സംസാരിക്കുന്ന ശബ്ദം കേട്ടോ, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, ഏത് സാഹചര്യമാണെങ്കിലും ഞാൻ ദൈവത്തിന്റെ പൈതലാണ് എന്ന് ഉറപ്പുണ്ടായിരിക്കട്ടെ. എവിടെയാണെങ്കിലും നാം ദൈവത്തിന്റെ മക്കളാണ്. അവർക്കൊന്നുമില്ല, ജീവിതത്തിലെ സകല പ്രതീക്ഷകളും അസ്തമിച്ചു പോയവരായി. അസ്തമിച്ചു എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല, അസ്തമിച്ചത് കൊണ്ട് ആ പ്രവാചകൻ പറഞ്ഞത്, നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കയില്ല. എല്ലാം അസ്തമിച്ചു. പക്ഷെ ദൈവം നിന്റെ ജനത്തെ കൈവിടത്തില്ല. ഏത് സാഹചര്യമാണെങ്കിലും ദൈവം മടങ്ങി വരുത്തും. അങ്ങനെ ആ പ്രവാസത്തിൽ ഇരിക്കുന്ന പ്രത്യേക സമയത്താണ് ഹല്ലേലൂയ യെശയ്യാ പ്രവാചകൻ ദൂത് പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കാം, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ദൈവങ്ങളെ, എന്തിനാണ് ദൈവം പ്രവാസം അനുവദിച്ചെന്നറിയാമോ? ദൈവത്തിന്റെ ജനമാണെങ്കിൽ പിന്നെ എന്തിനാ കർത്താവ് ജനത്തെ പ്രവാസത്തിലേക്ക് വിട്ടത്? ദൈവം ചില പ്രതിസന്ധികളോട് നമ്മൾ വിടുന്ന എന്തിനാ? ദൈവമക്കളെ, അതിന്റെ പിന്നെ ദൈവത്തിന്റെ പർപ്പസ് എന്താണെന്നറിയാമോ? അതാണ് പ്യൂരിഫിക്കേഷൻ. ദൈവത്തിന്റെ ശുദ്ധീകരണത്തിന്
വേണ്ടിയാണ് കർത്താവ്. അത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വായിച്ച് നമുക്ക് വായിക്കണമെന്നില്ല, ഞാനത് പറഞ്ഞു വിടാം. ദൈവജനം എപ്പോഴൊക്കെ പാപം ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ ദൈവം ഇസ്രായേലിനെ ആരൊക്കെ ഏൽപ്പിച്ചെന്നറിയാമോ? മിദ്യാന്യരുടെ അവിടെ ചെന്ന് 2 ഇടിയൊക്കെ കൊണ്ട് കഴിയുമ്പോൾ അവർക്ക് മാനസാന്തരം ഉണ്ടാവും. മാനസാന്തരം ഉണ്ടായി കഴിയുമ്പോൾ ദൈവം ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കും. ദൈവങ്ങൾ ഓർക്കണം, ദൈവം ദൈവത്തിന്റെ ജനമാണ്. പക്ഷേ ചില പ്രവാസത്തിലൂടെ നമ്മളെ വിടാൻ കാര്യം എന്തിനാണെന്നറിയാമോ? ദൈവത്തിന് നമ്മളെ ശുദ്ധീകരിച്ചെടുക്കാൻ വേണ്ടിയാണ്. ദൈവത്തിന് നമ്മളെ ശുദ്ധീകരിച്ചെടുക്കാൻ വേണ്ടിയാണ്. ഈ സ്വർണ്ണം നല്ലതാണല്ലേ? ഈ സ്വർണ്ണം ശുദ്ധീകരിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? ആ ലായനിയെ അക്വാറീജിയ എന്ന് പറയും. അതായത് 2 ആസിഡ് തമ്മിൽ വിഷമാണ്, കൊടിയ വിഷമാണെങ്കിലും സ്വർണത്തെ അതാ സ്വർണം നല്ലതാണെങ്കിലും ഈ സാധനം ശുദ്ധീകരിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? കൊടിയ വിഷത്തിൽ. ഇതുപോലെ ദൈവം അപ്പൊ നമ്മൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ ഈ ഇയ്യോബിന് എന്തിനാണ് ദൈവം കഷ്ടത അനുവദിച്ചത്? ദൈവം ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം എന്താ? ഇയ്യോബിനെ പോലെ നിഷ്കളങ്കൻ, നിർമ്മലൻ, ദോഷം വിട്ട്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് എന്ത് പ്യൂരിഫിക്കേഷൻ നടക്കാനുള്ളത്? ദൈവങ്ങളെ, ഇയ്യോബിന്റെ ജീവിതത്തിലും ഒരു വലിയ ശുദ്ധീകരണം നടന്നിട്ടുണ്ട്. നമ്മൾ അറിയാതെ നടന്നു, അത് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ദൈവം എന്താണെന്നറിയാമോ? അത് ആദ്യം അത് പറയാത്തത്. ബൈബിൾ എഴുതിയ ഇയ്യോബിന്റെ 1:1 എന്താ വായിക്കുന്നത്? ഊസ് ദേശത്തെ വായിക്കണ്ട. ഇയ്യോബ് എന്ന മനുഷ്യനുണ്ടായിരുന്നു. അവൻ ആരായിരുന്നു? നേരുള്ളവൻ, നിഷ്കളങ്കൻ, ദൈവഭക്തൻ, ദോഷം വിട്ട്. അപ്പൊ ആദ്യം കർത്താവ് പറഞ്ഞു നിനക്ക് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. കർത്താവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരാളുടെ ബലഹീനതകൾ പൊക്കി പിടിച്ച് കാണിക്കുന്ന ആളല്ല ആര്. ഈ മത്തായി ചുങ്കം പിരിക്കുന്ന ആളായിരുന്നു അല്ലെ? മത്തായി ചുങ്കം പിരിക്കുന്ന അന്നത്തെ ഏറ്റവും യഹൂദന്മാർക്ക് ഭയങ്കര വിരോധമുള്ള അറപ്പുള്ള ജോലിയാണ്. യേശു പിന്നെ ശിഷ്യനായി മത്തായി മാറി. 3.5 വർഷം കൂടെ വന്നിട്ട് പിന്നീട് എപ്പോഴെങ്കിലും നീ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ ജോലി പഴയത് തന്നെ, നീ പണ്ട് ഇന്നയാള് യേശു ഒരു തവണയെങ്കിലും ചോദിച്ചോ? ഒരിക്കലും ചോദിക്കത്തില്ല. സക്കായി ചുങ്കക്കാരനായിരുന്നു. യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പം സക്കായിയോട് യേശു പറഞ്ഞു, നീ എന്തൊക്കെയായാലും നിന്റെ ജോലി പണ്ട് ഇതല്ലായിരുന്നോ? ദൈവമക്കളെ, കർത്താവിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് ഒരു വ്യക്തിയുടെ ബലഹീനതകൾ പൊക്കി കാണിച്ച് ഉയർത്തി കാണിച്ച് അവനെ കളിയാക്കുന്ന പരിപാടി കർത്താവിനില്ല. പക്ഷേ കർത്താവിന് അത് അറിയാം. കർത്താവ് ആ നിലയിൽ കൈകാര്യം ചെയ്യും. ഇയ്യോബിന്റെ ജീവിതത്തെ കഷ്ടത ഞാൻ പറഞ്ഞു, പ്രവാസം പ്യൂരിഫിക്കേഷന് വേണ്ടിയായിരുന്നെങ്കിൽ ഇയ്യോബിന് എന്തിനാണ് ആ പ്രശ്നം അനുവദിച്ചത്? 3 വാക്യങ്ങൾ ഞാൻ പറയാം. ഇയ്യോബിന്റെ ജീവിതത്തിൽ വലിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇയ്യോബിന്റെ പുസ്തകം 32-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത് വാക്യം ഒന്ന് വായിച്ച്. ഇയ്യോബിന്റെ പുസ്തകം 32:1. അങ്ങനെ ഇയ്യോബ് തനിക്ക് തന്നെ നീതിമാനായി തോന്നുന്നത് കൊണ്ട് ഈ 3 പുരുഷന്മാർ അവനോട് വാദിക്കുന്നത് മതിയാക്കി. ഇയ്യോബിന്റെ സംസാരത്തിൽ ഇയ്യോബിന്റെ കുഴപ്പമെന്നറിയാമോ? കുറ്റം സമ്മതിക്കുന്ന പരിപാടി ഇല്ല. അത് ഇയ്യോബിന്റെ വാക്കാണ്. ഇനി ഇയ്യോബിന്റെ വാക്ക് കേട്ട എലീഹു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പറഞ്ഞ വാക്ക് അവിടെ എഴുതിയിട്ടുണ്ട്. 33-ാമത്തെ അധ്യായം അതിന്റെ 8-9 വാക്യം വായിച്ച്. ഞാൻ കേൾക്കേ നീ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. ഞാൻ പറയാം എന്താണ് അടുത്തത്. ഞാൻ ലംഘനമില്ലാത്തവൻ, ഞാൻ നിർദോഷി. ഓ ജീസസ്. ഇയ്യോബ് എന്താ പറയുന്നത്? തന്നെ ഈ കർത്താവിന് ഒരിക്കലും ഇഷ്ടമല്ലാത്ത യേശു 3.5 വർഷം ശുശ്രൂഷിക്കുന്ന സമയത്ത് യേശുവിന് ഏറ്റവും കൂടുതൽ വിരോധമുണ്ടായിരുന്ന, ആത്മാവിരോധമുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു സ്വയനീതീകരണം. ഹല്ലേലൂയ. ഇയ്യോബിന്റെ ഏറ്റവും വലിയ പ്രശ്നം, ഇയ്യോബ് 1:1 കർത്താവൊന്നും പറഞ്ഞില്ല. ഒരാളുടെ ബലഹീനത അങ്ങനെ ഉയർത്തി കാണിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്തുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതി അല്ലാത്തതുകൊണ്ട് കർത്താവ് മിണ്ടിയില്ല. പക്ഷെ കർത്താവ് അതിനെ കൈകാര്യം ചെയ്യും. ആമേൻ. ആരും അറിയാതെ, ഒരു മനുഷ്യനും അറിയാതെ കർത്താവ് അതിനെ ഹാൻഡിൽ ചെയ്യും. ഇയ്യോബിനെ കുറിച്ച് എന്താ പറയുന്നത്? ഞാൻ ആരാ? നാളെ പറഞ്ഞില്ലെന്ന് പറയുന്നില്ല. എലിഹു പറഞ്ഞു, ഇയാളെ പറഞ്ഞു, ഞാൻ കേട്ടതാ. നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ നിർമ്മലൻ, ലംഘനമില്ലാത്ത എന്ന് വെച്ചാൽ സെക്കൻഡ് ക്വാളിറ്റിയും തേർഡ് ക്വാളിറ്റിയും ഒന്നുമല്ല. ഞാൻ ആരാ? ഫസ്റ്റ് ക്വാളിറ്റി. ഇയാളെ പറയുന്ന പോലെ ഒന്നുമല്ല. ഞാൻ 916 ലംഘനമില്ലാത്ത, നിർമ്മലൻ, ഞാൻ നിർദോഷി, എന്നിൽ ഞാൻ ക്ലീൻ. ഇനി ദൈവനെ കുറിച്ച് പറയുക. മനുഷ്യന്റെ വാക്കോടെ നിൽക്കട്ടെ. 40-ാമത്തെ അധ്യായം അതിന്റെ 6-8 വാക്യങ്ങൾ വായിച്ചേ. അപ്പോൾ യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട് ഉത്തരം പറഞ്ഞതെന്നാൽ
നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക, ഞാൻ നിന്നോട് ചോദിക്കും. എനിക്ക് ഗ്രഹിപ്പിച്ചു. അടുത്തത്, നീ എന്റെ ന്യായത്തെ ദുർബലപ്പെടുത്തുമോ? നിനക്ക് കഷ്ടത അനുവദിച്ചതിന്റെ പിന്നിൽ എനിക്കൊരു ന്യായീകരണമുണ്ട്. ആ ന്യായീകരണത്തെ ദുർബലപ്പെടുത്താനാണോ നീ ശ്രമിക്കുന്നത്? അടുത്തത്, നീ നീതിമാനാകേണ്ടതിന് എന്നെ കുറ്റം പറയുമോ? കർത്താവ് യോബിനോട് ചോദിക്കുക, നീ നീതിമാനെന്ന് പറയാൻ വേണ്ടി നീ അവസാനം എന്നെ കണ്ടോ? അപ്പൊ യോബിന്റെ ജീവിതത്തിൽ പ്രശ്നം എന്തായിരുന്നു? നമ്മളാരും കാണാത്ത ഒരു വലിയ പ്രശ്നം. ദൈവങ്ങളെ, ഈ ചില പ്രവാസങ്ങൾ, ചില പ്രതിസന്ധികൾ എന്തിനാണെന്നറിയാമോ? മറ്റാർക്കും കാണാൻ കഴിയാത്ത, ദൈവത്തിന് ചേരാത്ത എന്തൊക്കെയോ നമ്മുടെ അകത്തുണ്ട്. അതിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. ഈ പൗലോസ് ദൈവ ശൂലം കൊടുത്തു, അല്ലേ? ശൂലം കൊടുത്തു എന്തിനാ? വെളിപ്പാടുകൾ ആധിക്യത്താൽ നമുക്ക് പ്രത്യേകിച്ച് ആ വാക്കന്മാരിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ വലിയ കുഴപ്പമോ, നിഗളികളോട് ദൈവം ഭയങ്കര പ്രശ്നമാണ്. പൗലോസിന്റെ നേരെ നോക്കിയപ്പോ നമ്മൾ ആരും കണ്ടില്ല. യോബിനെ കുറിച്ച് നോക്കിയപ്പോ നമ്മൾ ആരും അത് കണ്ടില്ല. യോബിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണ, അവൻ നിഷ്കളങ്കൻ, നേരുള്ളവൻ, സത്യമാണ്. പക്ഷേ മനുഷ്യനെ കാണാൻ കഴിയാത്ത നിത്യതയിൽ പ്രവേശിക്കുന്നതിന് തടസ്സമായി നമ്മുടെ രൂപമൂലമായിരിക്കുന്ന, ആഴത്തിൽ വേരോടിയിരിക്കുന്ന ചില കറകളെ തൂത്തുകളയാനാണ് ചില പ്രവാസങ്ങൾ ദൈവം നമുക്ക് അനുവദിക്കുന്നത്. അത് തകർക്കാൻ വേണ്ടിയല്ല. അതെ, കണ്ടോ? അപ്പൊ ദൈവം പോലും പറയുക, നീ എന്നെ കുറ്റം പറഞ്ഞ് നീ നീതിമാനാകാൻ എന്നുവെച്ചാല് അത് അയ്യോബിന്റെ കുറ്റമാണെന്ന് ഞാൻ പറയില്ല. കാരണം ഒരു പക്ഷേ അത് പുള്ള കോൺഫിഡൻസ് ആയിരിക്കും, അല്ലെ? ഞാൻ അത്യാവശ്യം ചിലർ സാക്ഷ്യം പറയുന്നത് കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാൻ പെന്തക്കോസ്ത് ജനിച്ചു വളർന്നതുകൊണ്ട് വലിയ പാപമൊന്നും ചെയ്യാൻ കർത്താവിനെ കുഴപ്പമില്ല. അത് അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ആയിരിക്കും. അതാ ഞാനും പണ്ടൊക്കെ പറയുമായിരുന്നു, വലിയ കുഴച്ചിലായിരുന്നു. എന്നാലും ഭംഗിക്ക് പറയും, ഞാൻ പാസ്റ്റർമാരെ ജനിച്ചു വളർത്തപ്പെട്ടതുകൊണ്ട് വലിയ കുഴച്ചിലൊന്നും കാണിക്കാതെ ഏതാ ഒരു പക്ഷേ നമ്മുടെ കോൺഫിഡൻസ് ആയിരിക്കാം അത്. ഈ ഞാൻ കുറ്റം പറയുന്നില്ല, അദ്ദേഹം വലിയ പാപമൊന്നും ചെയ്യാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു കോൺഫിഡൻസ് ഉണ്ട്. എന്നാലും കുഴപ്പമില്ലാതെ വിശുദ്ധനായി ജീവിക്കാൻ. പക്ഷെ എന്തുമാത്രം കുഴപ്പമായിരുന്നു? ഈ കുഴപ്പമില്ലെന്ന് പറഞ്ഞത് അവസാനം വലിയ കുഴപ്പമായി. കേട്ടോ, കർത്താവ് പോലും നോക്കിയപ്പോ കർത്താവിന് അങ്ങോട്ട്, എടാ ഞാൻ നിന്നെ നാണം കെടുത്താതിരിക്കാൻ വേണ്ടി ബൈബിൾ എഴുതിയപ്പോ ഞാൻ നല്ലതൊക്കെ എഴുതി. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് നിന്നോട് ചേരാൻ പറ്റാത്ത ഭയങ്കര പ്രശ്നമുണ്ട്. ഞാൻ നിനക്ക് ഈ പ്രശ്നം അനുവദിച്ച് എന്തിനാന്നറിയാമോ? എന്തിനാ? നിന്നൊന്ന് ശുദ്ധീകരിച്ചെടുക്കാനാ. അത് പുള്ളിക്ക് ബുദ്ധി ഉണ്ടായിരുന്നുണ്ട്, പുള്ളിക്ക് അത് മനസ്സിലായി. അതുകൊണ്ട് പുള്ളി പറഞ്ഞു, എന്നെ ശോധന ചെയ്താൽ, എന്താ പറഞ്ഞേ? എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ. ഓ ജീസസ്. എന്നാൽ ഈ ദൈവം ആരാന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞപ്പോ, ഈ പ്യൂരിഫിക്കേഷൻ നടന്നു കഴിഞ്ഞപ്പം ഈ യോബിന്റെ അഭിപ്രായം കേൾക്കണം നിങ്ങൾക്ക്. അതാണ് വായിക്കേണ്ടത്. 42 verse 1. യോബ് 42:1 മുതൽ. അതിന് യോബ് ഉത്തരം പറഞ്ഞത്, കഴിയുമെന്നും അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്ന ഒരുവനാ. അങ്ങനെ എനിക്ക് അറിവ് കൂടാതെ അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. ഞാൻ എന്തൊക്കെയോ വിവരക്കേട്, എനിക്ക് നിന്നെ അറിയാൻ മേലാത്തോണ്ടാ, വേറൊന്നുമില്ല. ദൈവങ്ങളെ, ഞാൻ ഇന്നലെ അത് പറഞ്ഞു, നമ്മുടെ വീട്ടിലൊക്കെ ഈ മൺവിളക്ക്, ഓട്ടുവിളക്കൊക്കെ ഉണ്ടാകുന്ന സമയമുണ്ട്. അന്നേരം നമ്മൾ വീട് ക്ലീൻ ചെയ്യും, അല്ലെ? വീട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്നേരമാണ് നമുക്ക് ഈ ബോൾ ഇരിക്കുന്ന ഫിലമെന്റിന്റെ ബൾബ് വന്നത്. അപ്പൊ ഈ ഫിലമെന്റിന്റെ ബൾബ് വന്നപ്പം ഈ വിളക്കിന്റെ വെളിച്ചത്തെ കാണാത്ത കുറെ മാറാലേക്ക് കാണാൻ തുടങ്ങി. അത് മാറി പിന്നീട് CFL ബൾബായി, പിന്നീട് LED ആയി. ഈ വെളിച്ചം കൂടി വരുന്തോറും അഴുക്ക് വെളിപ്പെട്ട് വരും. ഞാൻ പക്ഷെ മനസ്സിലായോ? അപ്പൊ ദൈവത്തെ ഒരു മനുഷ്യൻ അറിയുന്തോറും അവൻ സ്വയനീതിയിലേക്കല്ല പോകുന്നത്, ദൈവത്തിന്റെ തേജസ് കാണും തോറും അവനിലെ അശുദ്ധി വെളിപ്പെട്ടു വരും. ഈ യെശയ്യാ പ്രവാചകന്റെ ആദ്യത്തെ 5 അധ്യായങ്ങളെ പ്രവചനം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. ഉള്ള പ്രവചനം എന്താണെന്ന് അറിയാമോ? ആകാശമേ കേൾക്കാ, ഭൂമിയെ. അടുത്ത
അടുത്തത് അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ മക്കൾ, അവർക്ക് കഷ്ടം ഇവർക്ക് കഷ്ടം. 5 അധ്യായം എന്ന് പറഞ്ഞ മനുഷ്യനെ ആടിപ്പിക്കത്തില്ല, അതുപോലെ തട്ട് തകർപ്പും പ്രവചനം. പക്ഷേ 6-ാമത്തെ അധ്യായത്തിൽ യഹോവയുടെ തേജസ് അവൻ കണ്ടു. 2 കൊണ്ട് പറന്ന്, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധിയെ വർണ്ണിക്കുന്ന ആരാധന കണ്ടപ്പോൾ യെശയ്യാവിന്റെ ആദ്യത്തെ ദൂത്, അയ്യോ എനിക്ക് കണ്ടു. അതല്ലല്ലോ ബ്രദറെ, കഴിഞ്ഞ അധ്യായത്തിൽ നിങ്ങൾ അതല്ലല്ലോ പറഞ്ഞത്. അവർക്ക് കഷ്ടം ഇവർക്ക് കഷ്ടം. അതെ, പക്ഷേ ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവരെക്കാൾ പ്രശ്നക്കാരനാണ് ഞാൻ. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, ചില പ്രതിസന്ധി ദൈവം നമ്മൾ അനുവദിക്കുന്നത് മറ്റാർക്കും കാണാൻ കഴിയാത്ത, ഒരു പക്ഷേ ആളുകളുടെ മുന്നിൽ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കാം, സർക്കാരിന്റെ മുന്നിൽ പെർഫെക്റ്റ് ആയിരിക്കാം, വിശ്വാസികളുടെ മുന്നിൽ ഞാൻ പെർഫെക്റ്റ് ആയിരിക്കാം, എന്റെ മുന്നിൽ നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കാം. പക്ഷേ നമ്മൾ ആരും നോട്ടീസ് ചെയ്യാത്ത ചില കറകൾ നമ്മുടെ അകത്ത് കിടക്കുന്നെങ്കിൽ കർത്താവ് അതിനെ കൈകാര്യം ചെയ്യും. ഒരു മാറ്റവുമില്ല. ഞാൻ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞു പോയി. അടുത്തത് കേൾക്കണമേ, ഞാൻ നിന്നോട് ചോദിക്കും, നിന്നെ കുറിച്ച് കേൾവി മാത്രമേ. അതുകൊണ്ട് ഞാൻ ഈ തള്ളി പറഞ്ഞത്, ഞാൻ നീതിമാനാണ്, നിഷ്കളങ്കനാണ്, ഞാൻ ഇതൊക്കെ പറയാൻ കാര്യം നിന്നെ കുറിച്ച് ജസ്റ്റ് ഒരു കേൾവി മാത്രമേ. ഇപ്പോൾ അടുത്തത് ആകയാൽ എന്ന് പറഞ്ഞാ, നിന്നെ കണ്ടു കഴിഞ്ഞപ്പോ എന്റെ സ്ഥിതി കേൾക്കണോ കർത്താവേ? നേരത്തെ എന്താ പറഞ്ഞേ? ഞാൻ കുറ്റമില്ലാത്ത, നിഷ്കളങ്കൻ, നേരുള്ളവൻ, ഒരകൃത്യവും ഇല്ല. പക്ഷെ ദൈവത്തെ കാണേണ്ട വിധം കണ്ടു കഴിഞ്ഞ പ്യൂരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ പറഞ്ഞു കേട്ടോ, ഞാൻ എന്നെ തന്നെ. ദൈവമക്കളെ, ഇതാണ് അതിന്റെ വിജയം എന്ന് പറയുന്നത്. ഇത് 40 അധ്യായം, 42-ാമത്തെ അധ്യായം നിങ്ങൾ നോക്കണം. പിന്നെ അധികം അധ്യായം കർത്താവിന് എഴുതേണ്ടി വന്നില്ല. പ്യൂരിഫിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ സംഗതി ക്ലിയർ ആകും. നമുക്ക് എത്ര വേഗത്തിൽ മനസ്സിലാകുന്നു അത്ര വേഗം കർത്താവ് പണി അവസാനിപ്പിക്കും എന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ സാരം. അപ്പോൾ ചില പ്രവാസങ്ങൾ ദൈവം അനുവദിക്കുന്നത് നമ്മളെ തകർക്കാനല്ല, നമ്മളെ പണിതെടുത്ത് കൊണ്ടാക്കാനാണ്. പാട്ടുകാരൻ പാടിയത്, എന്നെ തകർക്കുവാനോ എന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, എന്നെ പാടുപെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈശോ. എന്നെ തകർക്കുവാനോ അല്ലല്ല ഈ വേദന, എന്നെ പാടുപെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ. അതുകൊണ്ട് കഷ്ടങ്ങളിലും താഴെ കണ്ണുനീരിലും താഴെ ഞാനും നിന്റെ ദൈവം നീയമ്മോ എന്റേതാണ്. നമുക്കൊരു അവസ്ഥയുണ്ട്. ഹല്ലേലൂയ. ഈ സ്വർണ്ണപ്പണിക്കാരനുണ്ടല്ലോ, ഞാൻ 5-ലും 6-ലും പഠിക്കുന്ന സമയത്ത് ഞങ്ങളന്ന് താമസിച്ച വീടിന്റെ അടുത്ത് ഒരു സ്വർണ്ണപ്പണിക്കാരനുണ്ട്, ഒരു അപ്പച്ചനുണ്ട്. അപ്പച്ചൻ എനിക്ക് തോന്നുന്നു അന്ന് തന്നെ 10, 70, 75 വയസ്സുണ്ട്. എന്റെ മക്കളുമായിട്ട് അപ്പച്ചൻ വലിയ കൂട്ടാണ്. അപ്പം ഇതിന് പ്രത്യേക രീതിയിലാണ് പണി. ഞങ്ങളുടെ വീട് തൊട്ടടുത്ത് തന്നെ പ്രത്യേക രീതിയിൽ ചെറിയൊരു കട, ഒരു പ്രത്യേക രീതിയിൽ ഇദ്ദേഹം പണിയുന്നത്. സ്തോത്രം. ഞാൻ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. ഒരാള്, ഇത് ഞാൻ നേരിട്ട് കേട്ടതല്ല, വേറൊരാള് പറഞ്ഞു കേട്ടതാണ്. ഒരാള് ഈ സ്വർണ്ണപ്പണി ചെയ്യുന്ന ഈ മനുഷ്യനോട് ചോദിച്ചു, ചേട്ടാ എത്ര നേരം നിങ്ങൾ ഈ സ്വർണത്തെ തീക്കകത്തോട്ടിടും? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞാ പറയുന്നത്, ഇതിങ്ങനെ തീക്കകത്ത് കിടന്ന് ഉരുകി ഇത് ക്ലിയർ ആയി എന്റെ മുഖം ആ സ്വർണത്തിനകത്ത് ഇങ്ങനെ കണ്ണാടി പോലെ തെളിയും. എന്റെ മുഖം ഞാൻ എപ്പോൾ ആ സ്വർണത്തിൽ കാണുന്നു അപ്പോൾ ആ തീക്കകത്തുനിന്ന് ഞാൻ എടുക്കും. എപ്പോഴാണ് വാക്യമുണ്ട്, നാമോ അവന്റെ വിശുദ്ധി പ്രാപിപ്പാൻ. ദൈവം തകർക്കാനല്ല കേട്ടോ, ചില പ്രതിസന്ധികൾ ഉടച്ചു കളയാനല്ല. ഇന്ന് പകലിൽ കർത്താവ് പറയുന്നു, ഇത് കഴിയുമ്പോൾ ദൈവം നമ്മളെ പൊന്നുപോകും. വൈക്കോല് പോലെ ആയിരുന്നെങ്കിൽ പിന്നെ ഹോപ്പില്ല. വൈക്കോൽ നീക്കാത്തിട്ടാ തീർന്നു പോകും, മരം തീർന്നു പോകും. പക്ഷേ നമ്മുടെ വൈക്കോലല്ല, നമ്മള് അല്ല തടിയല്ല, മരക്കഷണമല്ല. ഞാൻ പൊന്നാണ്, ഞാൻ പുറത്തു വരുന്ന ദിവസമുണ്ട്. അപ്പൊ ഇതിനാ ദൈവം പ്രവാസമൊക്കെ അനുവദിച്ചത്. പക്ഷേ ഈ പ്രവാസത്തിൽ ഇരുന്ന ദൈവജനത്തിന് ഭയങ്കര
തിരിച്ചറിവുണ്ടായി കേട്ടോ. ഏത് യെശയ്യാപ്രവചനത്തിന്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ പറയുന്നത്. ബാബേൽ പ്രവാസത്തിൽ ഇരുന്ന് ഭയങ്കര തിരിച്ചറിവുണ്ടായി. ബാബേൽ പ്രവാസത്തിൽ ഇരുന്ന് അവർ പാടുന്ന പാട്ടുകളൊക്കെ ഉണ്ട്. അതാണ് 137-ാമത്തെ സങ്കീർത്തനം. ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു, ഞങ്ങളുടെ കിന്നരങ്ങളെ ഞങ്ങൾ അലനിമിഷത്തിൽ തൂക്കിയിട്ടു. ഞങ്ങളുടെ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? പാട്ടില്ല, പ്രസംഗമില്ല, കയ്യടിയില്ല. ഇനി എന്ത് പ്രതീക്ഷ, എന്ത് ഹോപ്പാണുള്ളതില്ല. ദൈവം നമ്മളെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് പകല് പ്രതീക്ഷകൾ അസ്തമിച്ചു പോയെങ്കിൽ, ഒരു ഹോപ്പ് മുമ്പിലില്ലെങ്കിൽ, പരിശുദ്ധാത്മാവ് ഒരു പ്രതീക്ഷ വെച്ച് തരുന്നു. അത് എഴുന്നേറ്റ് പ്രകാശിക്കുക. ഈ ജനത്തിന്റെ പ്യൂരിഫിക്കേഷൻ ക്ലിയർ ആയപ്പോൾ കർത്താവ് ജനത്തിലേക്ക് തിരിഞ്ഞു. ഇനി യെശയ്യാപ്രവചനത്തിൽ നമുക്കൊന്ന് മടങ്ങി വരണം. യെശയ്യാപ്രവചനത്തിൽ ജനത്തോട് കരുണ തോന്നുന്ന ഒരു ദൈവം. അതിന്റെ 44-ാമത്തെ അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ വായിച്ചേ. 44-ന്റെ 1-2. ഇപ്പോഴോ ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലേ, കേൾക്ക. നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത യേശുവിനെ നീ ഭയപ്പെടേണ്ട. പ്രവാസത്തിൽ വിട്ടു, ശരിയാണ്. നിന്നെ ഒന്ന് ഗുണം വരുത്താൻ ഞാൻ അങ്ങോട്ട് വിട്ടതാ. പക്ഷേ എനിക്ക് നിന്നോടൊരു കരുണ തോന്നുന്നത് അറിയാമോ? നീ എന്റെ ദാസനാണ്, ഞാൻ നിർമ്മിച്ചവൻ, ഗർഭത്തിൽ നിന്നെ ഉണ്ടാക്കിയവൻ, നിന്നെ സഹായിച്ചവൻ, എന്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത യേശുവിനെ. നീ എന്ത് ചെയ്യണ്ട? നീ ഭയപ്പെടണ്ട. കണ്ടോ, അന്യ നാട്ടില്ല, ബാബേൽ പ്രവാസത്തില്ല. കർത്താവ് പറഞ്ഞു കേട്ടോ, നീ എന്ത് ചെയ്യണ്ട? കർത്താവ് കൈവിടുന്ന ജീവിതത്തിൽ ചിലപ്പോ പരാധീനതകൾ വരും, ചിലപ്പോ ദൈവത്തോട് അകന്നു പോകുന്ന നിമിഷങ്ങൾ വരും. പക്ഷേ ദൈവം നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളെ കൈവിടുകയില്ല. അതേ 44-ാമത്തെ അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം വായിച്ചു കേട്ടോ. യാക്കോബേ, ഇത് ഓർത്തുകൊള്ളുക, ഇസ്രായേലേ, നീ എന്റെ ദാസനല്ലോ, ഞാൻ നിന്നെ നിർമ്മിച്ചു, നീ എന്റെ ദാസൻ തന്നെ. ഇസ്രായേലേ, ഞാൻ നിന്നെ. ബാബേൽ പ്രവാസത്തിൽ ഇരിക്കുമ്പോൾ കർത്താവിനോട് ചോദിക്കും, കർത്താവേ, നീ ഞങ്ങളെ മറന്നുപോയോ? അവിടെ ആയിരിക്കുമ്പോൾ നീ ഞങ്ങളോട് സംസാരിച്ചു, അവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങൾ നിന്നെ ആരാധിച്ചു, പക്ഷെ നീ ഞങ്ങളെ മറന്നുപോയോ? കർത്താവ് പറഞ്ഞത് കേട്ടോ, ഇസ്രായേലേ, ഞാൻ നിന്നെ മറക്കത്തില്ല. എന്താണെന്നറിയാമോ? ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു പോയി. ഒരു കാര്യം ഞാൻ പറയാം, ദൈവം ഒരു വ്യക്തിയെ സ്നേഹിച്ചു പോയാൽ ആ സ്നേഹത്തിന് മാറ്റം വരികയില്ല. ദൈവം ഒരിക്കലും ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്തു പോയാൽ ആ തിരഞ്ഞെടുപ്പിന് മാറ്റം വരികയില്ല. കാര്യം മനുഷ്യൻ മാറിയാലും ദൈവം മാറത്തില്ല. അവർ വിശ്വസ്തനായ ദൈവമാണ്. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ദൈവങ്ങളെ 1000 അല്ല, ഒരു 10,000 തവണ നമുക്ക് സമ്മതിക്കാൻ പറ്റൂ. ഇന്ന് ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കുന്നത് ഞാൻ അവിശ്വസ്തനാകാത്തവനല്ല, എന്റെ ദൈവം വിശ്വസ്തനായതുകൊണ്ടാണ്. ദൈവം മറന്നു കളഞ്ഞില്ല. യാക്കോബ് പറയാതെ, ഇസ്രായേലേ, ഞാൻ മറക്കത്തില്ലടാ നിന്നെ, ഞാൻ നിന്നെ ഓർക്കാൻ പോകും. നിന്റെ പ്രകാശിക്ക്, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ യഥാർത്ഥത്തിൽ ജനത്തോട് ദൈവത്തിനുണ്ടായിരുന്ന വിരോധം എന്തായിരുന്നു? ഈ പ്രവാസത്തിൽ അന്യനാട്ടിലുള്ള മൈലുകൾക്ക് അപ്പുറത്ത് നെബൂഖദ്നേസറിന്റെ കീഴിലേക്ക് പ്രവാസിയത് ഈ യെശയ്യാപ്രവചനം ദാനിയേൽ പ്രവചനമൊക്കെ ഒരു സമയം നടക്കുന്നതാണ് കേട്ടോ. സ്തോത്രം. അതിലേക്ക് ഞാൻ വരാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല, പിന്നീട് എപ്പോഴെങ്കിലും അത് പറയാം. സ്തോത്രം. അപ്പൊ ശ്രദ്ധിച്ചേ, യഥാർത്ഥത്തിൽ പ്രവാസത്തിലേക്ക് അവരെ തള്ളിവിടത്തക്ക നിലയിൽ കർത്താവിന് അവരോടുള്ള വിരോധം എന്തായിരുന്നു? കർത്താവ് അവരോട് പറയുന്നുണ്ട് കേട്ടോ. യെശയ്യാപ്രവചനം എടുത്താട്ടെ. യെശയ്യാപ്രവചനം 5-ാമത്തെ അധ്യായം അതിന്റെ 12-13 വാക്യങ്ങളൊന്ന് വായിച്ചേ. യെശയ്യാപ്രവചനം 5-ാമത്തെ അധ്യായം 12-13 വാക്യങ്ങൾ. അവരുടെ വിരുന്നുകളിൽ കിന്നരവും വീണയും തപ്പും കുഴലും വീഞ്ഞുമുണ്ട്. അവരുടെ കാര്യങ്ങളെല്ലാം അവർ ചെയ്തു, അവർക്ക് വേണ്ടതെല്ലാം അവർ ചെയ്തു. പക്ഷേ എനിക്ക് അവരോടുള്ള വിരോധം എന്താണെന്നറിയാമോ? എന്റെ കാര്യം വരുമ്പോൾ അവർ ഉഴപ്പുന്നു. അവരുടെ വിരുന്നുകളിൽ വീഞ്ഞ്, കിന്നരം, വീണ, തപ്പ്, കുഴല് എല്ലാം ഉണ്ട്. എന്നാൽ യഹോവയുടെ പ്രവൃത്തി അവർ അടുത്തത് അവന്റെ കൈവേലയെ അടുത്തത് എന്റെ ജനം അറിവില്ലായകയാൽ പ്രവാസത്തിൽ. ദൈവങ്ങളെ, കർത്താവ് അവരെ പ്രവാസത്തിന് വിട്ടതിന്റെ കാരണം ജനത്തിന് അറിവില്ലാത്തതുകൊണ്ടല്ല, തിരിച്ചറിവില്ലായ്മ. അത് ഹീബ്രു കൊടുത്തിരിക്കുന്ന വേർഡ് ദാഅത്ത് എന്ന പദമാണ്. എന്തുവാ? ദാഅത്ത്. ദാഅത്ത് എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയാമോ? അത്യുന്നതന്റെ അറിവ്, ഉയരത്തിലെ അറിവ്. ലോകത്തിലെ അവർക്കുണ്ട്, അറിവ് അവർക്കുണ്ട്, കിന്നരമുണ്ട്, വീഞ്ഞുണ്ട്, കുഴലുണ്ട്, നാദമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ജനത്തിന് എന്തില്ല?
ഉയരത്തിലെ അത്യുന്നതന്റെ അറിവില്ല. അതുകൊണ്ടാണ് എഫെസ്യർ 1-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലെ, എന്താ പ്രാർത്ഥിക്കുന്നത്? നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടത് പൗലോസ് പ്രാർത്ഥിക്കുക. നിങ്ങൾ ദൈവത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് വരണം. അപ്പൊ കർത്താവിന് അവരോടുള്ള വിരോധം എന്താ പറയാമോ? നിങ്ങളെ ഭൗതിക കാര്യങ്ങളെല്ലാം ഓക്കെ, പക്ഷെ ദൈവിക കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അവരോട് ദൈവം പറയാ, അവരുടെ ഭൗതിക കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും, പക്ഷെ കർത്താവിന്റെ കാര്യം നോക്കാൻ ആർക്കും? ദൈവങ്ങളെ, നമ്മുടെ കർത്താവിന്റെ കാര്യം നോക്കുന്നുണ്ടോ? കർത്താവിന്റെ കാര്യം നമുക്ക് ഉത്സാഹമുണ്ടോ? 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. എന്താണ് അവർക്ക് ഇല്ലാതെ പോയ തിരിച്ചറിവ്? കർത്താവ് എന്താ പറയുന്നത്? നിങ്ങൾ പ്രവാസത്തിൽ പോകാൻ കാര്യം എന്താ? അറിവില്ലായകയാൽ എന്റെ ജനം. എന്താണ് അവർക്ക് ഇല്ലാതെ പോയ അറിവ്? എന്താണ്? വായിച്ചു 58-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത് വാക്യം. 58-ാമത്തെ അധ്യായം 13-ാമത് വാക്യം. അടക്കി വെച്ച് ശബ്ബത്തിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്നും പറയുകയും നിന്റെ വേലയ്ക്ക് പോവുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. ഒരിക്കൽ കൂടെ വായിച്ചേ. നീ എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബ്ബത്തിൽ നിന്റെ കാൽ അടക്കി വെച്ച് ശബ്ബത്തിനെ ഒരു സന്തോഷമെന്നും. അപ്പൊ ശ്രദ്ധിച്ചേ, അവർക്കില്ലാതെ പോയ കാര്യം എന്താണെന്ന് അറിയാമോ? ആത്മീയ കാര്യങ്ങളെ എങ്ങനെ വിചാരിക്കണം? സന്തോഷമെന്ന്. ദൈവങ്ങളെ, നമ്മൾ ചർച്ച വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അത് സന്തോഷത്തോടെയാണോ ചെയ്യുന്നത്? നമ്മൾ ചെറുതെന്ന് പറയുന്ന കാര്യങ്ങളാണ് കർത്താവിന് ഏറ്റവും വലുത്. നമ്മളിൽ വലുതെന്ന് പറയുന്ന പല കാര്യങ്ങളും കർത്താവ് മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. കർത്താവ് പറഞ്ഞു കേട്ടോ, വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്താൽ നീ യഹോവയിൽ. നീ സന്തോഷമാണോ? നീ എഴുന്നേറ്റ് പ്രകാശിക്കണോ? അപ്പൊ ദൈവിക കാര്യങ്ങളെ നമ്മൾ എന്തോ വിചാരിക്കണം? സന്തോഷമെന്ന്. എന്തിനൊക്കെ സന്തോഷിക്കേണ്ടത്? 1, സന്തോഷത്തോടെ പ്രാർത്ഥിക്കണം. ഫിലിപ്പിയ ലേഖനം 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ. അപ്പം ദൈവിക കാര്യങ്ങളെ എങ്ങനെ കാണണം? സന്തോഷത്തോടെ. കർത്താവിന് അവരുടെ വിരോധം അറിയാം. നിങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ സന്തോഷമായിട്ടല്ല ചെയ്യുന്നത്. വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വരുന്നുണ്ട്, ചെയ്യാൻ പറയുന്നതുകൊണ്ട് ചെയ്യുന്നു. കർത്താവ് പറയുന്നു എനിക്കത് വേണ്ട, നിങ്ങളുടെ പ്രവാസത്തിലോട്ട് പോകും, പക്ഷെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ എങ്ങനെ ചെയ്യണം? സന്തോഷത്തോടെ ചെയ്യണം. അപ്പൊ 1, നാം എന്താ സന്തോഷത്തോടെ ചെയ്യേണ്ടത്? ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിൽ എപ്പോഴും. അപ്പൊ പ്രാർത്ഥിക്കുവാണെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കണം? സന്തോഷത്തോടെ പ്രാർത്ഥിക്കണം. 2, കൊലോസ്യ ലേഖനം 1-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ. സ്തോത്രം ചെയ്യുവാണെങ്കിൽ എങ്ങനെ ചെയ്യണം? നിർബന്ധത്താൽ. ആ കരങ്ങൾ ഉയർത്താൻ പറഞ്ഞുകൊണ്ട് സ്തോത്രം അങ്ങോട്ട് ഇല്ല, അത് പ്രവാസത്തിലോട്ട് പോകും. അപ്പം പ്രാർത്ഥിക്കുവാണെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കണം? സന്തോഷത്തോടെ പ്രാർത്ഥിക്കണം. ഇനി സ്തോത്രം പറയുവാണെങ്കിൽ എങ്ങനെ സ്തോത്രം പറയണം? അതായത് കർത്താവിന് നന്ദി പറയുവാണെങ്കിൽ എന്നാ പിന്നെ പറഞ്ഞേക്കാമല്ല, സംഗീതക്കാരൻ പറഞ്ഞതുപോലെ എൻ മനമേ യഹോവയെ സ്തുതിക്ക. ഹൃദയത്തിൽ നിന്ന് സന്തോഷത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റണം. 3, 128-ാമത്തെ സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ. അപ്പൊ 1, പ്രാർത്ഥിക്കുന്ന സന്തോഷത്തോടെ പ്രാർത്ഥിക്കണം. 2, സ്തോത്രം ചെയ്യുമ്പോൾ നന്ദി പറയുമ്പോൾ കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ അത് എങ്ങനെ ചെയ്യണം? സന്തോഷത്തോടെ ചെയ്യണം. 3, ആലയത്തിൽ വരുന്ന കാര്യം പറയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം. ഇന്ന് പകല് പോകണം, നാളെ പകല് പോകണം, നാളെ രാത്രി പോകണം, പിന്നെ ശനിയാഴ്ച പോകണം, എല്ലാം കൂടെ പോകണം. അപ്പൊ ശ്രദ്ധിച്ചേ, അങ്ങനെ ഒരു മനസ്സിലെ ഞെരുക്കവും കൊണ്ട് ഞരക്കവും കൊണ്ട് നിങ്ങൾ എവിടെ വരരുത്? ആലയത്തിൽ വരരുത്. അപ്പൊ 3, ഏത് കാര്യത്തിൽ സന്തോഷിക്കണം? ആലയത്തിലേക്ക് പോകുന്ന കാര്യം പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. 4-ാമത്തത് 1 തെസ്സലോനിക്കർ ലേഖനം 1-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അധികാരികളായി തീർന്നു. അപ്പൊ 4, വചനം കൈക്കൊള്ളുന്ന കാര്യത്തിനകത്ത് നമുക്ക് എന്തോ വേണം?
ഇന്നത്തെ വചനം ഇത് എന്നോടുള്ള ദൈവത്തിന്റെ ആലോചനയാണ്, ഇത് എന്നെ പണിയുന്നതാണ് എന്ന് വിചാരിച്ച് എങ്ങനെ ഏറ്റെടുക്കണം? അപ്പൊ കർത്താവിന് ജനത്തോടുള്ള വിരോധം എന്താണെന്നറിയാമോ? അവരെല്ലാം ചെയ്യുന്നുണ്ട് പേരിന് വേണ്ടി. എങ്ങനല്ല ചെയ്യുന്നേ? കർത്താവ് പറയുക, നിങ്ങൾ തിരിച്ചറിവില്ലാത്തതുകൊണ്ട് കുഞ്ഞെ, നീ മനസ്സിലേക്ക് വരരുത്, പക്ഷേ നീ പ്രവാസത്തിലോട്ട് പോവുകയാണ്. ഇത് അവരോട് മാത്രമല്ല, എന്നോട് നമ്മളോട് എല്ലാവരുടെ ദൈവത്തിന്റെ ആലോചനയാണ്. കർത്താവ് പറയുന്നു, നീ ദൈവിക കാര്യങ്ങളുടെ സന്തോഷമെന്ന് ഈ വിചാരിക്കാത്തതുകൊണ്ട്, നിങ്ങൾ അറിവില്ലാത്തത് കൊണ്ട് നിങ്ങൾ എങ്ങോട്ട് പോവുക? പ്രവാസത്തിലോട്ട് പോവുക. രണ്ടാമത് കർത്താവിന് അവരോടുള്ള വിരോധം. യെശയ്യാപ്രവചനത്തിലേക്ക് മടങ്ങി വരാം. 58-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, നീ എന്റെ വിശുദ്ധ ദിവസത്തിൽ, നമ്മൾ ആദ്യം വായിച്ച വാക്യം തന്നെ, ശബത്തിൽ നിന്റെ കാലടക്കി വെച്ച് ശബത്തിന്റെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനി യോഗ്യമെന്ന് പറയുകയും. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യത്തെ നമ്മൾ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. അപ്പൊ അവിടെ നോക്കി ഇവിടെ നോക്കി കളിച്ച് ജീവിച്ചാണ് ദൈവം ഇരിക്കുന്നത്. നമ്മൾ അങ്ങനല്ല, എന്നാലും പറയുക. അപ്പൊ കർത്താവിനുള്ള വിരോധം എന്താ അറിയാമോ? അവര് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒന്ന്, സന്തോഷത്തോടെ അല്ല. രണ്ട്, എന്റെ സാന്നിധ്യത്തെ അവരെന്ത് ചെയ്യുന്നില്ല? ബഹുമാനിക്കുന്നില്ല. മലാക്കി പ്രവചനത്തിനകത്ത് ഒരു വാക്യമുണ്ട്. മലാക്കി പ്രവചനം 1:6 ഇങ്ങനെ വായിക്കുന്നത്, അപ്പൻ മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലയോ? ഞാൻ നിങ്ങളുടെ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ദൈവങ്ങളെ, ദൈവത്തിന് നമ്മുടെ സ്നേഹം വേണം, ദൈവത്തിന് നമ്മുടെ സ്തുതി വേണമെന്നല്ല, അതിലുപരി കർത്താവിന് വേണ്ടത് നമ്മൾ കർത്താവിനെ ബഹുമാനിക്കുന്നവരായിരിക്കണം. ഒന്ന്, ജനം സന്തോഷത്തോടെ ചെയ്തില്ല. രണ്ട്, അവർ ദൈവ സാന്നിധ്യത്തെ ബഹുമാനിച്ചില്ല. ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവിടെ 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞ കർത്താവ് നമ്മുടെ നടുവിലുണ്ടെങ്കിൽ വെളിപ്പെട്ട ദൈവ സാന്നിധ്യത്തെ ബഹുമാനിച്ചു വേണം നാം ദൈവത്തിന്റെ ആലയത്തിൽ ഇരിക്കാൻ. സ്തോത്രം. എങ്ങനെയാ ദൈവത്തെ ബഹുമാനിക്കുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. അതിലേക്ക് ഞാൻ പോകുന്നില്ല. 3, കർത്താവിന് അവരോടുള്ള വിരോധം. സ്തോത്രം. യെശയ്യാപ്രവചനം 55-ാമത്തെ അധ്യായം അതിന്റെ 8-9 വാക്യങ്ങൾ. സ്തോത്രം. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ. അപ്പൊ ശ്രദ്ധിച്ചേ, ഇത് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു പരാജയമാണ്. എന്റെ വിചാരങ്ങൾ, കർത്താവിന് അവരോടുള്ള വിരോധം പറയുവാണേ. നിങ്ങൾ നിങ്ങളുടെ വിചാരം വിട്ടിട്ട് എങ്ങോട്ട് വരണം? അതിന് നമ്മൾ ഇങ്ങനെ പറയും, പഴയ ഭാഷയിൽ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചിട്ടിരിക്കുക. പാസ്റ്റർ എങ്ങനെ കേട്ടോ? നിങ്ങള് പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചിട്ടിരിക്കുക. കർത്താവ് എന്തായാലും ശക്തമായ ഒരു വിടുതൽ. കർത്താവ് പറഞ്ഞു, നിന്റെ വഴിയല്ല, നിന്റെ ഈ പിടിച്ചു വെച്ചുള്ള പ്രാർത്ഥന നിന്റെ അനുഗ്രഹത്തിലേക്കല്ല, നിന്റെ പ്രവാസത്തിലോട്ടാണ്. ആരും പറഞ്ഞില്ലല്ലോ, അറിഞ്ഞില്ല. കർത്താവ് പറഞ്ഞു കേട്ടോ, അറിവില്ലായാൽ എന്റെ ജനം പ്രവാസത്തിലോട്ട് പോകുന്നു. എന്തോ അറിവില്ലാതെ ഈ പിടിച്ചു വെച്ചുള്ള പ്രാർത്ഥന ദൈവമക്കളെ ഭയങ്കര അപകടമാണ്. ഞാൻ പറയാം, ദൈവം നമ്മുടെ ആഗ്രഹങ്ങളല്ല നിറവേറ്റുന്നത്, ആവശ്യങ്ങളാണ്. ആമേൻ. ഈ പിടിച്ചു വെച്ചുള്ള പ്രാർത്ഥന ഭയങ്കര അപകടം. പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചിട്ട് പുള്ളിയെ കാണിച്ചു തരാം. പുള്ളി പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച് അപ്പന്റെ കയ്യിൽ നിന്ന് കാശും മേടിച്ച് അവസാനം എവിടെ ചെന്നു? തമ്മി കൂട്ടി. പുള്ളി പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, അപ്പ നീ എനിക്ക് തരേണ്ടത് ഞാൻ അന്യായമായിട്ടൊന്നും ചോദിച്ചില്ലല്ലോ. ഞാൻ രക്ഷിക്കപ്പെട്ട് 15 വർഷമായി, അതിന്റെ മോണത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ, എനിക്കും കൊണ്ട് തന്നേരെ. ആ പുള്ളി എവിടെ ചെന്നു? കർത്താവ് പറയണം, നിങ്ങളെ വാക്ക് ശ്രദ്ധിക്കണം. നിങ്ങൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ കാണുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. തൊട്ട് താഴത്തെ വാക്യം വായിച്ചേ. ഇതൊന്നും ലൈവ് വിടാൻ പറ്റിയ മനസ്സിലായില്ല, എന്നാലും ഞാനങ്ങ് പറയുക. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. നിന്റെ പിടിച്ചുള്ള പ്രാർത്ഥന, നീ വിചാരിക്കുന്നതിനേക്കാൾ ഉയരത്തിൽ ഞാൻ നിന്നെ പ്രാർത്ഥിക്കടാ. എനിക്ക് നീ വിചാരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് നിന്നെ പറപ്പിക്കാൻ എനിക്ക് കഴിയും. അതല്ല നീ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഞാൻ നിനക്കൊരു പേരിട്ടിട്ടുണ്ട്. അതാണ് 7-ാമത് വാക്യം. ഒന്ന് വായിക്കുമ്പോ പിണങ്ങരുത് കേട്ടോ. സത്യമായി പറയുന്നത്, ദുഷ്ടൻ തന്റെ നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെ ഉപേക്ഷിച്ചു. കഥ പറയും, നിങ്ങളുടെ വഴികളല്ല എന്റെ വഴി, നിങ്ങളുടെ വിചാരങ്ങളല്ല. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വിചാരം നിങ്ങളുടെ വഴി പിടിച്ചോണ്ടിരിക്കുവാണെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കുന്ന പേരെന്താണെന്നറിയാമോ? പക്ഷെ ഞങ്ങളെ എങ്ങനെയൊന്നും വിളിക്കല്ലേ. ദൈവമക്കളെ, ഇതൊരു റിയാലിറ്റിയാണ്. കഥ പറഞ്ഞു കേട്ടോ.
നിങ്ങൾ പ്രവാസത്തിലോട്ട് പോകുന്നത് ആരും മന്ത്രവാദം ചെയ്തുകൊണ്ടല്ല. നിങ്ങൾ പ്രവാസത്തിലോട്ട് പോയത് ഒരു ആഭിചാരം നിങ്ങൾക്ക് വെല്ലുവിളിച്ചതുകൊണ്ടല്ല. നിങ്ങൾക്ക് എന്തില്ല? അത്യുന്നതന്റെ അറിവ്. ഇവിടെ പിടിച്ചു വെച്ച് പാടിച്ചോണ്ടിരിക്കുന്നത് ദൈവമക്കളെ, ദൈവഹിതം നടക്കട്ടെ. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞോട്ടോ, ആഗ്രഹങ്ങളൊക്കെ പറയാം. എന്നിട്ട് പറയണ കർത്താവേ, എന്റെ ഹിതമല്ല നിന്റെ ഹിതം. സ്തോത്രം. ദൈവം പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണ്ട. നമ്മൾ ആഗ്രഹങ്ങളെല്ലാം പറഞ്ഞോ, പക്ഷെ ദൈവഹിതം നടക്കാൻ പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ കർത്താവ് നമ്മളെ കാണുന്ന എങ്ങനെയാണെന്നറിയാമോ? ദുഷ്ടൻ തന്റെ വഴിയെയും നീതി കെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് എങ്കിലേക്ക് തിരിയുക. അപ്പൊ ഇവര് പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുമ്പോ ഇവരുടെ വിചാരം ഇവരിപ്പോ എവിടെ ഇരുന്നാ പ്രാർത്ഥിക്കുന്നേ? കർത്താവ് സന്ധി പ്രാർത്ഥിക്കുക. കർത്താവ് പറയാം, നീ തിരിഞ്ഞിരുന്നാ പ്രാർത്ഥിക്കുന്നേ. ഞാനൊരു കാര്യം പറയാം, സിമ്പിൾ ആയിട്ട്. പിടിച്ചു വെച്ചുള്ള പ്രാർത്ഥനയെല്ലാം പുറം തിരിഞ്ഞുള്ള പ്രാർത്ഥന. എന്നോടൊപ്പം നിങ്ങള് റിയാലിറ്റി ഞാൻ പറയുന്നത്. സ്തോത്രം. അവൻ സ്വന്തം ഇഷ്ടം വിചാരങ്ങളൊക്കെ വിട്ടിട്ട് അവൻ എങ്കിലേക്ക് തിരിയട്ടെ. അടുത്തത് തിരിയട്ടെ. അവൻ അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. കർത്താവ് പറഞ്ഞു കേട്ടോ, എടാ നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് നിന്നെ കൊണ്ടുപോകാൻ എനിക്ക് പദ്ധതിയുണ്ട്. പക്ഷേ നീ എവിടെയൊക്കെ സ്റ്റിക്കോണായി കിടക്കുവാണ്, നീ ഒട്ടിപ്പിടിച്ചിരിക്കുവാണ്. അതെല്ലാം വിട്ടിട്ട് എന്റെ ഹിതത്തിലേക്കൊന്ന് വെച്ചതാ. നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നിന്നെ നടത്താൻ എനിക്ക് പദ്ധതിയുണ്ട്. ഇത് മനസ്സിലായവർ ദൈവത്തിൽ നിന്ന് സ്വാഗതം ചെയ്ത് സ്വതം 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 സ്വതം. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ജനത്തിന് അറിയത്തില്ല. ഏതാ? ഒന്ന്, അവർ ചെയ്യുന്നുണ്ട്. എങ്ങനെയല്ല ചെയ്യുന്നത്? സന്തോഷത്തോടെ. ദൈവത്തെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ സന്തോഷത്തോടെ, അല്ലെങ്കിൽ പ്ലീസ് പ്രാർത്ഥിക്കണ്ട. ആലയത്തിൽ വരികയാണെങ്കിൽ എങ്ങനെ? സന്തോഷത്തോടെ. സ്തോത്രം ചെയ്യുവാണെങ്കിൽ സന്തോഷത്തോടെ. ഒന്ന്, അവർ സന്തോഷത്തോടെ ചെയ്ത്. കഥ പറയുന്നു, നിനക്കത് അറിയത്തില്ല, ഇതാരും പറഞ്ഞു തന്നില്ല. ഞാൻ പറയൂ, എന്റെ ഹൃദയം ഞാനും പറയുക, എനിക്ക് നിന്നോടുള്ള വിരോധം എന്താണെന്നറിയാമോ? നീ സിഗരറ്റ് വലിച്ചതുകൊണ്ടല്ല, നീ മദ്യപിച്ചതുകൊണ്ടല്ല, അതൊന്നുമല്ല എനിക്ക് നിന്നോടുള്ള വിരോധം. നീ യഥാർത്ഥത്തിൽ നല്ല പയ്യനാ, പക്ഷെ എനിക്ക് നിന്നോടുള്ള വിരോധം നീ ചെയ്യുന്നത് സന്തോഷത്തോടെയല്ല. ദൈവമക്കളെ, സന്തോഷത്തോടെ ചെയ്യാൻ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അതിങ്ങനെ പറയാറുണ്ട്, കർത്താവിന് ചെയ്യുന്ന കാര്യത്തിന് സെക്കൻഡ് ക്വാളിറ്റി പാടില്ല, ഫസ്റ്റ് ക്വാളിറ്റി മാത്രമേ പാടുള്ളൂ. ഒന്ന്, അവർ സന്തോഷത്തോടെ ചെയ്തില്ല. രണ്ട്, ദൈവ സാന്നിധ്യത്തെ ബഹുമാനിച്ചില്ല. മൂന്ന്, സ്വന്തം ഇഷ്ടം. കർത്താവ് പറയുന്നു, നിന്റെ ഇഷ്ടം വിട്ടിട്ട് എന്റെ ഇഷ്ടത്തിലോട്ട് വാ. നിന്നെ തിരിച്ച് യെരൂശലേമിൽ കൊണ്ടുപോയി നിന്റെ കൈകളിലൂടെ മതിൽ പണിയാൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് ഈ ഉപവാസത്തിന്റെ മൂന്നാമത്തെ പകലിൽ ദൈവജനത്തോട് ആലോചനമായിരുന്നു. കഴിഞ്ഞ നാളുകളിൽ പൊളിഞ്ഞു പോയതും, കഴിഞ്ഞ നാളുകളിൽ ഇടിഞ്ഞു പോയതും, കഴിഞ്ഞ നാളുകളിൽ താഴ്ന്നു പോയതും എന്റെ കൈ കൊണ്ട് പതിയിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഉയർത്തി ഒരു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ അതായിരുന്നു നമ്മുടെ അകൃത്യം, അല്ലേ? അവിടെ തെറ്റെന്താ? ഈ മൂന്ന് കാര്യമാണ് തെറ്റ്. എന്നിട്ട് കർത്താവ് പറയുക, രക്ഷിപ്പാൻ കഴിയാതെ വന്നു. ഇതൊക്കെ ധ്യാനിച്ചിട്ട് വേണം വാക്യം ഒന്ന് വായിക്കാൻ. 59:1 ഞാൻ പറയുന്നത്, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്ര. എന്താ അകൃത്യം? സിഗരറ്റ് വലിച്ചോ? ഇല്ല. പിന്നെ എന്താ അവന്റെ അകൃത്യം? മദ്യപിച്ചോ? ഇല്ല. അതല്ല അകൃത്യം. സന്തോഷത്തോടെ ചെയ്യാൻ കഴിയുന്നില്ല, ദൈവ സാന്നിധ്യത്തെ ബഹുമാനിക്കാൻ കഴിയുന്നില്ല, സ്വന്തം ഇഷ്ടത്തിനകത്ത് കുടുങ്ങി കിടക്കുന്നു. ഇന്ന് പകൽക്കാലം പറയുന്നു, ദൈവം രക്ഷിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നുണ്ടോ? ദൈവം രക്ഷിക്കുന്ന അവര് പ്രവാസത്തിൽ കിടന്ന് ഒരു ജന്മം കൊണ്ട് അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു. കർത്താവ് ഇന്ന് പകലിൽ ചിലരോട് ദൂത് പറയുകയാണ്, ഇത് നമ്മുടെ ഉണർവിന്റെ സീസണാണ്. ദൈവം നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന സീസണാണ്. വായിച്ചോ യെശയ്യാപ്രവചനം, സ്തോത്രം, 51-ാമത്തെ അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം വായിച്ചേ. 51:17. യഹോവയുടെ കയ്യിൽ നിന്ന് അവന്റെ ക്രോധത്തിന്റെ പാനപാത്രം കുടിച്ചിട്ടുള്ള പാനപാത്രം കുടിക്കുക. എവിടെ കിടന്നുണ്ട്? ബാബേലിൽ പാനപാത്രം കുടിക്കുക. അടുത്തത്, ഉണരുക ഉണരുക, എഴുന്നേറ്റ് നിൽക്കുക. പരിഭ്രമത്തിന്റെ പാനപാത്രപുടം കുടിച്ചു വറ്റിച്ചു കളഞ്ഞിരിക്കുന്നു. കണ്ടോ അവസാനത്തെ പദം കണ്ടോ? കുടിച്ച്. ഒരു ജന്മം കൊണ്ട് അനുഭവിക്കേണ്ടതല്ല ഈ പ്രായത്തിൽ നീ അനുഭവിച്ചില്ലേ? ഇനി കുടിക്കാനൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു. എന്നിട്ട് കർത്താവ് പറയുന്നു, പിന്നെ നീ എഴുന്നേറ്റു. തിരിച്ചറിവുണ്ടായെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം നമ്മൾ എഴുന്നേൽപ്പിക്കുന്ന സീസണാണ്.
കർത്താവിന്റെ കാര്യം നോക്കാതെ നമ്മുടെ കാര്യം നോക്കരുത്. കർത്താവിന്റെ കാര്യങ്ങൾക്ക് ഏറ്റവും പ്രയോറിറ്റി കൊടുത്ത് സന്തോഷത്തോടെ ചെയ്താൽ ദൈവങ്ങളെ ഞാനൊരു കാര്യം പറയാം, ദൈവം നമ്മളെ കൈവിടുന്ന ദൈവമല്ല, ദൈവം നമ്മളെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. കർത്താവ് ഇന്ന് മുതലിൽ ദൈവജനത്തോട് പരിശുദ്ധാത്മ നിറവിനെ വിളിച്ചു പറയട്ടെ, ദൈവം നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന സീസണാണ്. അല്ലെങ്കിൽ കർത്താവ് നമ്മളെ എഴുന്നേൽപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? അത് എഴുന്നേറ്റാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് പറഞ്ഞ് നമ്മൾ നിർത്താൻ പോവുകയാണ്. 54-ാമത്തെ അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം വായിച്ച് 54-17. നിനക്ക് വിരോധമായി യാതൊരായുധം ബലക്കയില്ല. അടുത്തത് നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന നീ എഴുന്നേൽക്കാൻ തയ്യാറായാൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്നവനെ കർത്താവ് കൈകാര്യം ചെയ്യും. ഹല്ലേലൂയ. നമുക്ക് പോരാട്ടം ജഡരക്തങ്ങളോടല്ല, നമ്മുടെ ആത്മമണ്ഡലങ്ങൾക്ക് നേരെ, നമ്മുടെ ഭൗതിക ജീവിതത്തിന് നേരെ, നമ്മുടെ ആരോഗ്യ മണ്ഡലങ്ങൾക്ക് നേരെ അതിൽ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്ന അന്ധകാര ശക്തികളെ ഈ ഉപവാസത്തിന്റെ 3-ാമത്തെ പകലിൽ സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, എന്റെ ആത്മാവിനാൽ ജയമുണ്ട് എന്നരുളി ചെയ്ത ദൈവത്തിന്റെ ശക്തിയാൽ എനിക്ക് വിടുതലുണ്ടെന്ന് വിശ്വസിക്കുക. എഴുന്നേൽക്കാൻ തയ്യാറാണെങ്കിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്നതിന് നീ ന്യായവിധിക്കാൻ പോവുകയാണ്. ഇന്ന് പലക്കാലം വിളിച്ചു പറയാം, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. അവിടെ കൊടുത്തിരിക്കുന്നത് വെപ്പൺ എന്നല്ല, ടൂൾ എന്നാണ്. ആയുധം എന്ന് പറയുമ്പോൾ ഒരു വെപ്പൺ എന്നുള്ള നിലയിലല്ല, നമുക്കെതിരെ ഉപയോഗിക്കുന്ന ഏത് നമുക്കെതിരെയുള്ള ആയുധമാണ്. എന്താണ് അവിടെ ആയുധം എന്ന് പറഞ്ഞിരിക്കുന്നത്? അടുത്തത് യഹോവയുടെ ദാസന്മാരുടെ അവകാശവും മേൽവത്ത് ന്യായസ്ഥാനത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും. അപ്പൊ ആദ്യം പറഞ്ഞു നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധം. രണ്ടാമത് പറഞ്ഞു വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും. അപ്പൊ അവിടത്തെ ആയുധം, അവിടത്തെ ടൂൾ എന്തുവാ? നമുക്കെതിരെ വരുന്ന ചില സംസാരങ്ങൾ. നമ്മുടെ കുടുംബത്തിൽ നോക്കി, കുഞ്ഞുങ്ങളെ നോക്കി, ആരോഗ്യത്തെ നോക്കി, എന്തായി വല്ലതും നടക്കുമോ? കർത്താവ് പറയുന്നു, ആ ചോദ്യങ്ങൾക്കെല്ലാം എന്റെ കർത്താവ് ഈ സീസണിൽ മറുപടി തരുന്ന സീസണാണ്. ഹല്ലേലൂയ. നിനക്കെതിരെ ഉയർന്നു വരുന്ന ഒരു നാടിനെ ഇനി ചലിക്കാൻ എന്റെ ദൈവം അനുവദിക്കുകയില്ല. അവിടെ എന്താ നാമെന്ന് പറഞ്ഞ കാര്യം എന്താണ്? അതിന്റെ പശ്ചാത്തലമുണ്ട്. ഇവിടെ ഇസ്രായേലിന് നേരെ ആദ്യം യുദ്ധം ചെയ്യാമെന്ന ഒരു അശൂര്യ സെൻഹരീബ് എന്ന അദ്ദേഹത്തിന്റെ പേര്. സെൻഹരീബ് അദ്ദേഹത്തിന്റെ ഭൃത്യനായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട VIP ആയിരിക്കുന്ന റബ്ശാക്കെ എന്ന് പറയുന്ന ആളുടെ കൈവശം ഇസ്രായേലിന്റെ അന്ന് ഇസ്രായേലിന്റെ രാജാവ് ഹിസ്കിയാവാണ്. ഹിസ്കിയാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. വായിച്ചു 36-ാമത്തെ അധ്യായം, യെശയ്യാ പ്രവചനം 36-ാമത്തെ അധ്യായത്തിലെ 13-15 വായിച്ച് അങ്ങനെ റബ്ശാക്കെ എന്ന് പറയുന്നത് നമ്മൾ ഒരാളുടെ പേരാണ്. റാബ്ഷക്കെ എന്നാണ് ഹീബ്രുവിൽ. റബ്ശാക്കെ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഏറ്റവും പ്രധാനപ്പെട്ടയാള്, പാനപാത്രവാഹകൻ, ഏറ്റവും 1-ാമത്തെ ഉദ്യോഗസ്ഥൻ എന്നൊക്കെയാണ് അതിനർത്ഥം. അപ്പൊ റബ്ശാക്കെ എന്തുകൊണ്ട്? റബ്ശാക്കെ ആരുടെ ആളാ? 36 വായിച്ചപ്പോൾ സെൻഹരീബിന്റെ ആളാണ്. അപ്പൊ സെൻഹരീബിന്റെ ഭൃത്യൻ റബ്ശാക്കൻ എന്തുകൊണ്ട് എന്തുവാ ഹിസ്കിയാവിനോട് പറയുന്നത്? മഹാരാജാവെ അശൂർ രാജാവ് സെൻഹരീബിന്റെ വാക്ക് കേട്ടോ. സെൻഹരീബ് പറഞ്ഞിട്ട് ഞാൻ നിന്നോട് പറയുക, ഹിസ്കിയാവ് നിങ്ങളെ ചതിക്കരുത്, കഴിയുകയില്ല. അടുത്തത് നമുക്കെതിരെ വരുന്ന വാക്കേടെന്നറിയാമോ? സാത്താൻ പറയും, എടാ നീ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് എന്തോ നടക്കാനാ? റബ്ശാക്കെ എന്താ പറയുന്നത്? യഹോവ നമ്മെ നിശ്ചയമായി വിടുവിക്കും, ഈ നഗരം അശൂർ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയില്ല എന്ന് പറഞ്ഞ് ഹിസ്കിയാവ് ജനത്തെ ദൈവത്തിലെ കളിപ്പിക്കുക. അപ്പൊ റബ്ശാക്കെ വന്നിട്ട് പറയാം, എടാ ഇതൊക്കെ ചുമ്മാ കളിപ്പീരാണ്. ഓർക്കണം, ഹൃദയത്തിനകത്ത് നിന്ന് പ്രാർത്ഥനക്ക് വിടുതൽ ഉണ്ടാകുമോ എന്നുയർന്നു വരുന്ന ആ വാക്കില്ലേ, ആ വാക്ക് സാത്താൻ നമുക്കെതിരെ എഴുതിവിടുന്ന അമ്പാണ് എന്ന് മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ മാസത്തിന്റെ അവസാന ദിവസം അങ്ങനെയുള്ള വാക്കുകളെ യേശുവിന്റെ നാമത്തിൽ ജയിക്കണം. എന്തോ സംഭവിക്കാനാ? ഇവിടെ റബ്ശാക്കെ പറയുകയാണ്, ഇല്ല, ഹിസ്കിയാവ് നിങ്ങളെ വിടുവിക്കത്തില്ല. ഹിസ്കിയാവ് ഇത് കേട്ടപ്പോഴുണ്ടല്ലോ, അവിടെ നിന്നുകൊണ്ട് ഒരു പാട്ടം കൊണ്ട് പാടി. പാട്ട് കേൾക്കണോ? കഷ്ടവും മകശാസനയും നിന്നയും ഉള്ള 37-2 എലിയാക്കീമിനെയും 37-2 രായസക്കാരൻ
ശബ്നയെയും പുരോഹിതന്മാരും മൂപ്പന്മാരെയും വിട്ടുകൊടുത്തവരായി ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകന്റെ അടുക്കൽ അയച്ചു. അവർ അവരോട് പറഞ്ഞത്, ഹിസ്കിയാ ഇപ്രകാരം പറയുന്നു, ഇത് കഷ്ടവും ശാസനമുള്ള ദിവസമത്രേ. കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു. ജീസസിനെതിരെയുള്ള ശത്രുക്കളെതിരെയുള്ള ആയുധങ്ങൾ വന്നിട്ട് ദൈവം പറഞ്ഞ വാഗ്ദത്തം പുറത്തു വരാൻ അനുവദിക്കാത്ത കഷ്ടത്തിന്റെ ദിവസങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ കാലം നമുക്കൊരു എഴുന്നേൽപ്പ് തരാൻ പോവുകയാണ്. അവരോടായി പറയുന്നത്, നീ ജനത്തെ ചതിച്ചോണ്ടിരിക്കുക, ദൈവം പിടിപ്പിക്കത്തൊന്നുമില്ല എന്ന് പറയുന്നത് ഓർക്കണം. ഈ സാത്താൻ ഏറ്റവും കൂടുതൽ നമ്മുടെ ഹൃദയത്തിലാണ് സംസാരിക്കുന്നത്. എന്തിനാ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്, എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, എന്തിനാ ചർച്ചയിൽ പോകുന്നത്? ഇത് ആരുടെ വാക്കാന്നറിയാവോ? സാത്താന്റെ വാക്ക്. ബൈബിൾ പറയുന്നു, ഇത് നിങ്ങൾക്കെതിരെയുള്ള സാത്താന്റെ ദൈവങ്ങളെ. ഒരു രാജ്യം വേറെ രാജ്യത്തോട് യുദ്ധം ചെയ്താൽ നമുക്ക് യുദ്ധം ചെയ്തവരെ തോൽപ്പിക്കാം. പക്ഷെ ആഭ്യന്തര കലാപം ഉണ്ടായാലോ? ആഭ്യന്തര കലാപം ഉണ്ടായ ഒരു രാജ്യവും ഇന്നേ വരെ നിലനിന്നിട്ടില്ല. എങ്ങനാ ശ്രീലങ്ക പൊട്ടിപ്പോയത്, എങ്ങനാ പാകിസ്ഥാൻ തകർന്നു പോയത്? ആഭ്യന്തര കലാപം എവിടെ ഉണ്ടായിട്ടുണ്ടോ ആ രാജ്യം നിലനിൽക്കയില്ല. ദൈവം തന്നെ ജനത്തോട് പറയുന്നു, വേറെ ഒരു രാജ്യം ആക്രമിക്കാൻ വരുമ്പോൾ നിങ്ങൾ ഓർക്കണം, പുതിയ നിയമത്തിൽ ആഭ്യന്തര കലാപം അകത്ത് നിന്ന് പിശാച് പറയാ ഒന്നും നടക്കത്തില്ലെന്ന്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറയുന്നു, നിനക്കെതിരെ ഒഴിക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. പിശാച് നിനക്കെതിരെ വാക്കുകളുടെ ചലങ്ങൾ അത് എഴുതി വിടുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അതിനെ ജയിക്കാനുള്ള ആത്മാവിന്റെ കരുത്ത് ഇന്ന് പകൽക്കാലം നമ്മുടെ ആത്മാവിനെ ഈ ഹിസ്കിയാവോട് പറയുന്ന വാക്ക്, ഹിസ്കിയാവ് യെശയ്യാവിനോട് പറഞ്ഞു, പാസ്റ്ററെ പ്രാർത്ഥിക്കണം കേട്ടോ, കഷ്ടവും ഭയങ്കര പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങളായിപ്പോ പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ പാസ്റ്റർ പറയുക. 5-ാമത് വാക്യം വായിച്ച 37:5. ഹിസ്കിയാ രാജാവിന്റെ ഭൃത്യന്മാർ യെശയ്യാവിന്റെ അടുക്കൽ വന്നപ്പോൾ യെശയ്യാവ് അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ യജമാനോട് പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അശ്ശൂർ രാജാവിന്റെ ഭൃത്യന്മാർ എന്നെ നിന്ദിച്ചതായി നീ നിന്ദിച്ചു കേട്ടതാരാ? ഹിസ്കിയാവ്. പക്ഷേ ഹിസ്കിയാവിനോട് പറഞ്ഞ കാര്യങ്ങൾ ആരുടെ നെഞ്ചിലെ തറച്ചിരിക്കുന്നെന്ന് അറിയാമോ? ഒരു കാര്യം പറയാം, നമുക്കെതിരെ സാത്താൻ എഴുതി വിട്ട വാക്കുകൾ തറച്ചിരിക്കുന്നത് ദൈവത്തിന്റെ മേളിലാണ്. ബൈബിൾ പറയുന്നു, നിന്നെ തൊടുന്നവൻ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നു, കർത്താവ് അതിന് കൈകാര്യം ചെയ്യും. ഏത് വാക്കിന്റെ കാര്യം പറയുന്നത്? നമ്മുടെ അകത്ത് ഉയർന്നു വരുന്ന വാക്കിന്റെ കാര്യമേ പറയുന്നത്. അതാണ് വാക്ക് പുറത്തുനിന്ന് വരുന്നത്. എല്ലാ വാക്കിനെയും നമുക്ക് ജയിക്കാം. പക്ഷേ നമ്മൾ പലപ്പോഴും തോറ്റു പോകുന്നത് നമ്മുടെ അകത്തുനിന്ന് ഉയർന്നു വരുന്ന ചില ചിന്തയാകുന്ന വാക്കുകളെയാണ്. ബൈബിൾ പറഞ്ഞത് കേട്ടോ, ഇല്ല ഹല്ലേലൂയ, നീ അതിനെ ജയിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് ഈ ഉപവാസത്തിന്റെ അവസാന സെഷൻ ദൈവജനത്തോട് പറയുന്നു, നിനക്കെതിരെ ഒരുക്കുന്ന ഒരായുധവും വലിക്കത്തില്ല. അപ്പൊ എഴുന്നേക്കാൻ തയ്യാറാണെങ്കിൽ നമുക്കെതിരെ എഴുന്നേൽക്കുന്ന സകലതിനെയും കർത്താവ് കൈകാര്യം ചെയ്യും. രണ്ടാമത്തെ പറഞ്ഞ് നമ്മൾ നിർത്തുവാണ്. 52-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. 52:2. 52:2. പൊടി കുടഞ്ഞു കളക, യെരൂശലേമേ എഴുന്നേറ്റിരിക്ക, ബദ്ധയായ സീയോൻ പുത്രി, എഴുന്നേൽക്കാൻ തയ്യാറായാൽ സകല ബന്ധനവും പൊട്ടും. അതിനുവേണ്ടി ഒരാളും തലയിൽ കൈവച്ച് കുടിക്ക് പ്രാർത്ഥിക്കണമെന്നില്ല. ഈ ഉപവാസത്തിന്റെ 3-ാമത് പകലിൽ കർത്താവ് നമ്മളോട് പറയുക, നിനക്ക് തിരിച്ചറിവുണ്ടാകണം. കർത്താവിന്റെ ദിവസത്തെ ഏറ്റവും മാന്യമായിട്ട് കണ്ട്, സന്തോഷത്തോടെ കണ്ട്, ദൈവരാജ്യത്തെ ദൈവ സാന്നിധ്യത്തെ ബഹുമാനിച്ച് കർത്താവിന് വേണ്ടി നിന്ന എഴുന്നേൽക്കാൻ തയ്യാറാണെങ്കിൽ ഒരു ദൈവദാസൻ തലയിൽ കൈവശം നിർബന്ധമൊന്നുമില്ല. നീ എഴുന്നേറ്റ് കഴിയുമ്പോൾ തന്നെ ആ ബന്ധനം കഴിയും. ഞാൻ നല്ല ഉദാഹരണം പറയാം. പത്രോസ് കാരാഗ്രഹത്തിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവരായി കിടക്കുകയാണ്. ഒരു ദൂതൻ ആ വെളിച്ചത്തിനകത്ത് പത്രോസിന്റെ അടുക്കിലേക്ക് വന്നിട്ട് പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി അവനെ എഴുന്നേൽപ്പിക്കുമ്പോൾ അവനെ ഒരു കാര്യം എഴുതിയേക്കുന്നു. പത്രോസ് എഴുന്നേൽക്കുമ്പോൾ അവന്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താനേ എഴിഞ്ഞുപോയി. ദൈവമക്കളെ, അതിന്റെ പ്രത്യേക ശുശ്രൂഷകം വരണമെന്നില്ല. നിങ്ങളുടെ തലയിൽ കൈവ
വെക്കണമെന്നില്ല. അങ്ങനത്തെ ശുശ്രൂഷകളുണ്ട്, അങ്ങനത്തെ അതോറിറ്റിയോട് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഇന്ന് പകലിൽ എഴുന്നേൽക്കാൻ തിരിച്ചറിവുണ്ട്. എന്താ എഴുന്നേൽപ്പ്? തിരിച്ചറിവുണ്ടായി. എനിക്ക് പഴയതുപോലെ ആയാൽ പോരാ, കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ട്, കുറച്ചുകൂടെ ഗൗരവത്തിൽ കർത്താവിനെ സേവിക്കണം എന്നുള്ള തിരിച്ചറിവ് ജനത്തിനുണ്ടാകുന്നുവെങ്കിൽ പരിശുദ്ധം പറയുന്നു, സകല ബന്ധനങ്ങളെയും ആ അറിവിനാൽ പൊട്ടിച്ചു കളയാൻ എന്റെ ദൈവം വിശ്വസ്തനാണ് എന്നൊരു വാക്യമുണ്ട്. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങൾ അറിയുകയും. ഇവരുടെ പ്രശ്നം എന്തായിരുന്നു? അറിവില്ലായകയാൽ ജനം പ്രവാസപ്പെട്ടു പോകുന്നു. കർത്താവ് എന്താ പറഞ്ഞേ? സത്യം നിങ്ങൾ അറിയുകയും. സത്യം നിങ്ങളെ. ഈ സ്വാതന്ത്ര്യത്തിന്റെ ഓപ്പോസിറ്റ് എന്താ? സ്വാതന്ത്ര്യത്തിന്റെ ഓപ്പോസിറ്റ് എന്താ? ബന്ധനം എന്ന് പറയാം അല്ലെ? ഫ്രീഡം ഇല്ലായ്മ, ബന്ധനം. അപ്പൊ കർത്താവ് പറഞ്ഞു കേട്ടോ, സത്യം അറിയുകയും സത്യം നിങ്ങളുടെ ബന്ധനത്തെ അഴിക്കുകയും ചെയ്യും. ചില സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഉപസിക്കണം, പക്ഷെ ചില ഫ്രീഡം കിട്ടണമെങ്കിൽ നമ്മൾ അറിഞ്ഞേ ഒക്കത്തുള്ളൂ. കർത്താവ് പറഞ്ഞു കേട്ടോ, പൊടി കുറഞ്ഞു കളക യെരൂശലേമേ, എഴുന്നേറ്റ് നിൽക്ക, ബദ്ധയായ സീയോൻ പുത്രി, നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ. ഈ കഴുത്തിലെ ബന്ധനം എന്തിന്റെ തടലാന്നറിയാമോ? അത് പഴയ ആൾക്കാർക്ക് മനസ്സിലാകും. മൃഗത്തിന്റെ കഴുത്തിലോട്ട് വെക്കും. കഴുത്തിലെ ബന്ധനം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ബന്ധനമായിരിക്കും നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. ഒരു രോഗം വന്നു പോയാൽ പിന്നെ രോഗത്തിന് ഇഷ്ടമുള്ളത് പോലെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞതുള്ളൂ കേട്ടോ, അത് എന്തു ആയിക്കൊള്ളട്ടെ. ചില ബന്ധനം കഴുത്തിലോട്ട് കയറിയാൽ അത് നമ്മളെ കൺട്രോൾ ചെയ്യും. അതിങ്ങനെ പരിശുദ്ധാത്മാവ് ഞാൻ പറയാം, നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ചില ബന്ധനങ്ങളെ ഇന്ന് പകലിൽ എന്റെ കർത്താവ് വറുത്ത് കളയാൻ പോവുകയാണ്. ഒരു വാക്യം കൂടെ വായിച്ച് ബൈബിൾ അടച്ചുകൊള്ളുക. 10-ാമത്തെ അധ്യായം അതിന്റെ 27-ാമത് വാക്യം വായിച്ച് ബൈബിൾ അടച്ചുകൊള്ളുക. നാളിൽ 10:27 അവന്റെ ചുവട് നിന്റെ തോളിൽ നിന്നും അവന്റെ മുഖം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. അടുത്തത് ദുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും. അപ്പൊ കഴുത്തിൽ നിന്ന് മുഖം പോകണമെങ്കിൽ നീ എഴുന്നേറ്റ് കഴിയുമ്പോൾ നിന്റെ കഴുത്തിന്റെ മേലെ പുഷ്ടി വ്യാപരിക്കും. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് അനോയിന്റിംഗ് നിമിത്തമാണ്. യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് ഫാറ്റ് നിമിത്തം, ദൈവകൃപയുടെ ഫാറ്റ് നിമിത്തം. ഇപ്പൊ ജനത്തിന് അറിവില്ല, ഇപ്പൊ പ്രാർത്ഥനയില്ല, ഇപ്പൊ കയ്യടിയില്ല, ഇപ്പൊ ആരാധനയില്ല. ഹാലിൽ ദൈവകൃപയിൽ ശക്തിപ്പെട്ട് കഴിയുമ്പോൾ ആ അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം മുഖങ്ങൾ തകർന്നു പോകും. ഇന്ന് പലകാലം നമ്മുടെ കണ്ണുകൾ ബൈബിളുകൾ ദൈവത്തിന്റെ സന്നിധിയിൽ അടയട്ടെ. സ്തോത്രം. യേശു